ഏറ്റവും നല്ല ഭർത്താവ് ഒരു ആർക്കിയോളജിസ്റ്റാണ്, ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വെൽക്കം ടു ഹെവൻലി വേ. ഹെവൻലി വേ എന്ന യൂട്യൂബ് ചാനലിലേക്കും പുതിയ ഒരു സെർമൺ നോട്ട്സ് വീഡിയോയിലേക്കും ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. വിവാഹത്തെ മാനിക്കുക, ഓണർ മാരേജ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സെർമൺ നോട്ട്സ് വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വിവാഹം? സുഹൃത്തുക്കളായ രണ്ട് വൈദികർ തമ്മിൽ തങ്ങളുടെ ശുശ്രൂഷ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒന്നാമത്തെ വൈദികൻ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പള്ളിയിലെ ജനങ്ങൾ എപ്പോഴും താമസിച്ചാണ് ആരാധനയ്ക്ക് വരുന്നത്. ഇത് കേട്ട രണ്ടാമത്തെ വൈദികൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: അതിന് കാരണം യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു കാരണമാകുന്നത് എന്ന് മറുവൈദികൻ ചോദിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു: യേശുക്രിസ്തു സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: യേശുക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമാണ്. സാധാരണയായി വിവാഹ ശുശ്രൂഷ സമയങ്ങളിലൊക്കെയും മണവാളൻ മണവാട്ടിക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കാറുള്ളത്. മണവാട്ടി എപ്പോൾ വരും എന്ന് നോക്കിയാണ് മണവാളൻ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മണവാളനാകുന്ന യേശുക്രിസ്തു മണവാട്ടിയാകുന്ന സഭയ്ക്ക് വേണ്ടി, സഭയിലെ ജനത്തിനു വേണ്ടി എപ്പോഴും കാത്തു നിൽക്കുകയാണ്. മണവാട്ടിയാകുന്ന സഭ എപ്പോഴും താമസിച്ച് വരികയാണ്. ബ്രിട്ടീഷ് നോവലിസ്റ്റായ അഗത ക്രിസ്റ്റി ഇപ്രകാരം പറഞ്ഞു: ഏറ്റവും നല്ല ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞനാണ്, ഒരു ആർക്കിയോളജിസ്റ്റാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇപ്രകാരമായിരുന്നു: ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞന്, ആർക്കിയോളജിസ്റ്റിന് തൻ്റെ ഭാര്യയുടെ പ്രായം കൂടുന്തോറും അവളോട് കൂടുതൽ ആകർഷണം കൂടി വരും. സാധാരണയായി ഒരു ആർക്കിയോളജിസ്റ്റിന് ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞന് എപ്പോഴും പഴക്കം ചെന്നതിനോട്, പ്രായം കൂടിയതിനോടായിരിക്കുമല്ലോ താല്പര്യം കൂടുതൽ. വിവാഹത്തെക്കുറിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ ലോകത്തിലുണ്ട്. ഓരോ ദിവസവും പോകുന്തോറും വിവാഹ സങ്കല്പങ്ങൾ മാറി മാറി വരികയാണ്. എന്നിരുന്നാലും എന്താണ് വിവാഹം? വിവാഹത്തെ ഒന്ന് നിർവചിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തെ നമുക്ക് നിർവചിക്കാം. വിവാഹം എന്ന് പറയുന്നത് ഭയത്തിന്മേലുള്ള സ്നേഹത്തിൻ്റെ വിജയമാണ്. മാരേജ് ഈസ് എ ട്രയംഫ് ഓഫ് ലവ് ഓവർ ഫിയർ. ആശങ്കയുടെയും ഉത്കണ്ഠയുടെയും ലോക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയാത്ത പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം. ഇവിടെ വിവാഹം എന്നത് ഭയത്തിന്മേലുള്ള സ്നേഹത്തിൻ്റെ വിജയമാണെന്ന് പറയുവാൻ കഴിയും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. പരസ്പരം ഒരു വ്യക്തിക്ക് ഒരാളെ വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു ലോക സാഹചര്യത്തിൽ, ഇന്നിൻ്റെ ഈ സാഹചര്യത്തിൽ തികഞ്ഞ സ്നേഹത്തിലൂടെ മാത്രമേ ഒരു പുരുഷനും സ്ത്രീക്കും നല്ലൊരു വിവാഹ ജീവിതത്തിൽ ആയിത്തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. വിവാഹം വിശുദ്ധമാണ്. CSI സഭ ആരാധനക്രമം പറയുന്നത് വിവാഹം എന്നത് ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട ഒരു ജീവിത അവസ്ഥ എന്നാണ്. വിവാഹബന്ധം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഹിതമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറയുന്നു. താൻ സൃഷ്ടിച്ച സൃഷ്ടിയെ നോക്കി നല്ലത് എന്ന് പറഞ്ഞ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ഏക അവസ്ഥയെ നോക്കി, അവൻ ഏകനായിരിക്കുന്നത് നോക്കി പറയുകയാണ്, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. വിവാഹത്തെ മാനിക്കേണ്ടതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ സദാകാലത്തേക്കും വിവാഹത്തിന് നിശ്ചയിക്കും എന്ന്. എന്നേക്കുമായുള്ള ഒരു വിവാഹ ബന്ധം ആണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വിവാഹബന്ധം നിത്യമായ ഒരു ബന്ധമാണ്, എന്നേക്കുമുള്ള ഒരു ബന്ധമാണ്.
2 പേര് ചേരുന്നതല്ല, 3 പേര് ചേരുന്നതാണ് വിവാഹ ബന്ധം എന്നത്. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ട് വൈദികൻ മണവാളൻ്റെയും മണവാട്ടിയുടെയും കരങ്ങൾ സംയോജിപ്പിച്ച് അതിന്മീതെ സ്റ്റോള് ചുറ്റുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത് ഇവർ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്ന്. അതിനുശേഷം ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്, മനുഷ്യർ വേർപിരിക്കരുത് എന്നും കൂടെ പറയുന്നുണ്ട്. ദൈവവും പുരുഷനും സ്ത്രീയും 3 പേര് ചേരുന്ന വിശുദ്ധമായ ഒരു ബന്ധമാണ് വിശുദ്ധ വിവാഹ ബന്ധം എന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവവും പുരുഷനും സ്ത്രീയും ചേരുന്ന മുപ്പിരിച്ചരട് പോലുള്ള ബന്ധം ശക്തമായിരിക്കും. 3 പേർ ചേരുന്ന ഈ വിശുദ്ധ വിവാഹ ബന്ധം എന്തുതരം ബന്ധമാണ്? വിവാഹം ഒരു കരാറാണോ, ഉടമ്പടിയാണോ, ഒരു കോൺട്രാക്റ്റ് ആണോ, ഒരു കവനൻ്റ് ആണോ? ഒരാളുമായി കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ചാണ്. എന്നെ വഞ്ചിക്കുമോ ഇല്ലയോ എന്ന ഉറപ്പ് ഇല്ല, അതുകൊണ്ടാണ് കരാറിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചില നിബന്ധനകളും മറ്റും വെച്ചുകൊണ്ടാണ് കരാറിൽ ഏർപ്പെടുന്നതും കരാറിൽ ഒപ്പിടുന്നതും. എന്നാൽ വിവാഹം കരാറല്ല, ഉടമ്പടിയാണ്. വിവാഹ ശുശ്രൂഷയിൽ മോതിരം കൈമാറുമ്പോൾ അല്ലെങ്കിൽ താലി കെട്ടുമ്പോഴുമൊക്കെ താലിയിലോ മോതിരത്തിലോ പിടിച്ചുകൊണ്ട് സ്ത്രീയും പുരുഷനും പറയുന്നത് ഇപ്രകാരമാണ്: നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ താലി അല്ലെങ്കിൽ മോതിരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, സ്വീകരിക്കുന്നു എന്നാണ്. ഉടമ്പടി നിത്യമായ വിശ്വസ്തതയാണ്, അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ദൈവത്തിന് ഇസ്രായേൽ ജനത്തോട് തൻ്റെ ജനത്തോടുള്ള ഉടമ്പടി ബന്ധം പോലെ വിശുദ്ധ വിവാഹം ഒരു ഉടമ്പടി ബന്ധമാണ്. വിവാഹബന്ധം ഐക്യദാർഢ്യത്തിൻ്റെ, സോളിഡാരിറ്റിയുടെ അനുഭവമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ മനുഷ്യന് തക്കതായൊരു തുണയെ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് പറയുന്നു. ഐ വിൽ മേക്ക് എ ഹെൽപ്പർ സ്യൂട്ടബിൾ ഫോർ ഹിം. പുരുഷന് ശേഷമാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. പുരുഷന് വേണ്ടിയാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. പുരുഷനെ സഹായിക്കാനാണ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, ഹെൽപ്പറായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് 2-ാം സ്ഥാനം നൽകുന്ന ഒരു പ്രവണത ഒരുപക്ഷെ ഉണ്ടാകാറുണ്ട്. തുണ, ഹെൽപ്പർ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം എസർ എന്നാണ്. എസർ എന്ന വാക്ക് 21 തവണ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. 17 തവണ ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോഡ് ഈസ് മൈ ഹെൽപ്പർ, എലിയേസർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം എൻ്റെ സഹായകൻ. ദൈവം എൻ്റെ സഹായകനാണെങ്കിൽ ദൈവം എന്നേക്കാൾ അല്ലെങ്കിൽ ദൈവം നമ്മളെക്കാൾ കുറഞ്ഞവൻ എന്ന അർത്ഥമുണ്ടോ? ഭാര്യ തക്കതായ തുണ, ഹെൽപ്പർ ആണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ പുരുഷനേക്കാൾ കുറഞ്ഞവൾ ആണോ? തക്കതായ തുണ എന്നതിന് ചിലപ്പോഴൊക്കെ പെർഫെക്റ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു പങ്കാളി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിവാഹമെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിനെ, എല്ലാം തികഞ്ഞ ഒരു പങ്കാളിയെ കണ്ടെത്തുന്ന അനുഭവമല്ല. ഒരുവന് ഒരുവൾക്ക് യോജിച്ച ഒരു പങ്കാളിയെ, ഒരു പാർട്ട്ണറിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ്. വിവാഹത്തിനു വേണ്ടിയുള്ള ആലോചനകൾ തുടങ്ങുമ്പോഴും വിവാഹ ബന്ധത്തിലായിരിക്കുമ്പോഴുമൊക്കെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണിത്. എല്ലാം തികഞ്ഞ ഒരുവൻ, എല്ലാം തികഞ്ഞ ഒരുവളായിരിക്കണം എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്. ഒരു കുറവും അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം. ഇത് ഒരു നല്ല കുടുംബജീവിതത്തിന്, വിവാഹ ജീവിതത്തിന് യോജിച്ചതല്ല. ആദം തൻ്റെ കുറവോടുകൂടിയാണ് ഹവ്വയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. തൻ്റെ വാരിയലിൽ ഒരു അവയവം ആദമിന് നഷ്ടപ്പെട്ടു. എന്നാൽ ഹവ്വ അത് കണക്കിടാതെ ആദമിനെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ തനിക്ക് ശേഷമാണ് ഹവ്വ സൃഷ്ടിക്കപ്പെട്ടത്. തൻ്റെ വാരിയലിൽ എടുത്താണ് അവളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് എന്നേക്കാൾ അവൾ കുറഞ്ഞവളാണ് എന്ന് ചിന്തിക്കാതെ അവളെ സ്വീകരിക്കാൻ
ആദമിനും കഴിഞ്ഞു. പരസ്പര ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, നന്മയിലും തിന്മയിലും, സമ്പത്തിലും ദരിദ്രതയിലും, ദീനത്തിലും സുഖത്തിലും, മരണം വേർപെടുത്തുന്നതുവരെ ഒരുമിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അനുഭവമാണ് വിവാഹം എന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള സർവേകൾ പറയുന്നത് 3 കാര്യങ്ങൾ ആരോഗ്യകരമായ വിവാഹബന്ധത്തിന് ആവശ്യമാണ് എന്നാണ്. 1, നല്ല ആശയവിനിമയം, നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ. 2, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ്, എബിലിറ്റി ടു റിസോൾവ് കോൺഫ്ലിക്ട്സ്. 3, നല്ല സൗഹൃദം, ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഒരു ഹോട്ടലിൽ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സംസാരിക്കാതെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടാൽ അവർ ഭർത്താവും ഭാര്യയുമാണെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നല്ല ആശയവിനിമയം വിവാഹ ബന്ധത്തിന് ആവശ്യമാണ്. പ്രശ്നപരിഹാരം എങ്ങനെയാണ്? കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഭാര്യയ്ക്ക് പുതിയ ചുറ്റുപാടുകൾ പരിചിതമല്ലാത്തതിനാൽ ഭർത്താവ് സംസാരിക്കും, ഭാര്യ കേൾക്കും. അടുത്ത വർഷം ഭാര്യയ്ക്ക് ചുറ്റുപാട് പരിചിതമാകും, അതുകൊണ്ട് ഭാര്യ സംസാരിക്കും, ഭർത്താവ് കേൾക്കും. എന്നാൽ അതിനടുത്ത വർഷം രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, പരസ്പരം കൂടുതൽ അറിയുകയും അവർ പരസ്പരം കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും അയൽവക്കത്തുള്ളവർ കേൾക്കുകയും ചെയ്യും. ദൈവം അല്ലാതെ മൂന്നാമതൊരാൾ അറിയാതെ പ്രശ്നങ്ങൾ പരസ്പരം പരിഹരിക്കാൻ വിവാഹബന്ധത്തിൽ സാധ്യമാകണം. നല്ല സൗഹൃദവും വിവാഹത്തിൽ ഉണ്ടാകണം. ഉറ്റ സുഹൃത്തിനോട് എന്ന പോലെ തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കുവയ്ക്കുവാൻ കഴിയണം. സന്തോഷങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കുവയ്ക്കാതെ മൂന്നാമതൊരാളുമായി പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇന്നത്തെ വിവാഹ ബന്ധങ്ങളുടെ വലിയ ഒരു വെല്ലുവിളി. വിവാഹം, മാരേജ്, ത്യാഗത്തിൻ്റെ അനുഭവം കൂടിയാണ്, സാക്രിഫൈസിൻ്റെ അനുഭവം കൂടിയാണ്. ഞാനെന്ന ഭാവത്തെ ത്യജിക്കാൻ കഴിയണം. ഒരു സ്ത്രീ ഒരു വൈദികനോട് ഇപ്രകാരം പറഞ്ഞു: ഞാനും ഭർത്താവും ഡിവോഴ്സായി. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: മതപരമായ, വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സ് ആയത്. എന്താണ് എന്ന് വീണ്ടും വൈദികൻ ചോദിച്ചപ്പോൾ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു: ഭർത്താവ് ചിന്തിക്കുന്നത്, അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ദൈവം എന്ന്. ആ വിശ്വാസത്തോട് എനിക്ക് യോജിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തു. തൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുത്തിയപ്പോഴാണ്, ത്യജിച്ചപ്പോഴാണ് ആദമിന് ഹൗവയെ ഭാര്യയായി ലഭിച്ചത്. ഭാര്യയിൽ ഹൃദയത്തെ സംരക്ഷിക്കുന്ന അവയവമാണ്. അത് നഷ്ടപ്പെടുത്തിയത് ദൈവദത്തമായ ഒരു ബന്ധത്തിന് വേണ്ടിയാണ്. അതുപോലെ ആദം തൻ്റെ അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് അവൻ പോരായ്മ ഉള്ളവനാണെന്ന് ഹൗവ ചിന്തിച്ചില്ല. ആ നഷ്ടം അവൻ സഹിച്ചതുകൊണ്ടാണ് താനുള്ളത് എന്ന് മനസ്സിലാക്കി അവനെ സ്വീകരിച്ചതുപോലെ പരസ്പര ത്യാഗമാണ് ഉണ്ടാകേണ്ടത്. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ വിവാഹം എന്നത് ഭയത്തിന്മേലുള്ള സ്നേഹത്തിൻ്റെ വിജയമാണ്. വിവാഹം ഒരു കരാറല്ല, വിവാഹം ഒരു ഉടമ്പടിയാണ്, നിത്യമായ ഒരു ബന്ധമാണ്. വിവാഹം ഒരു പുരുഷനും സ്ത്രീയും മാത്രം ചേരുന്നതല്ല, 3 പേർ ചേരുന്നതാണ്. പുരുഷനും സ്ത്രീയും ദൈവവും കൂടി ചേരുന്നതാണ് വിശുദ്ധ വിവാഹം. തക്കതായ അല്ലെങ്കിൽ പെർഫെക്റ്റായ ഒരാളെ കണ്ടെത്തുന്നതല്ല, യോജിച്ച ഒരാളെ, തക്കതായ ഒരു തുണയെ, ഒരു ഹെൽപ്പറിനെ സ്വീകരിക്കുന്ന അനുഭവമാണ് വിശുദ്ധ വിവാഹം. വിശുദ്ധ വിവാഹം ത്യാഗത്തിൻ്റെ അനുഭവം കൂടിയാണ്, സാക്രിഫൈസിൻ്റെ അനുഭവം കൂടിയാണ്. വിവാഹത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാനാണ് ഈ സെർമൺ നോട്ട്സ് വീഡിയോയിലൂടെ ഞാൻ ശ്രമിച്ചത്. വിവാഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമേ. ഈ വീഡിയോ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഹെവൻലി വേ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. ഏറ്റവും സ്നേഹത്തോടെ, ആൽബിൻ അച്ഛൻ.